ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷീഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം, ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകൂ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം, ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ കാവ്യകൗസ്തുഭം ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ ആനന്ദമുരളി എന്ന കവിതാഭാഗത്തിൽ ഗോപികാഗീതം എന്ന ശ്ലോകമാല്യം ഗോപീവല്ലഭനായിരിക്കുന്ന ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ, ഗോപികാവൃന്ദത്തിൻ്റെ പാദാരവിന്ദങ്ങളിൽ ഒക്കെ സമർപ്പിക്കുന്നു. കൊഴുകൊഴുത്ത തൂവെണ്ണിലാവുമേറ്റഴകഴുന്ന വൃന്ദാവനങ്ങളിൽ കുഴൽ വിളിച്ചിടും കണ്ണനുണ്ണിതൻ കഴലിണയ്ക്കു ഞാൻ കൈവണങ്ങിടാം. ഒളികൾ തൂവിയും വേണുവൂതിയും ലളിതഗാത്രിമാരൊത്തു രാത്രിയിൽ കളികളാടിടും കണ്ണനുണ്ണിയേതൊളിവിലാണുപോയി വാഴ്വതീയിടെ. ചികുരമണ്ഡലം ചിന്നി മൂടിയും മകരകുണ്ടലം മിന്നിയാടിയും മുകുര നിർമ്മലം നിൻ കപോലകം മുകരുവാനെനിക്കുണ്ടു കൗതുകം. ശ്രുതി പിടിച്ചുകൊണ്ടൂതിടുന്ന നിൻ ശ്രുതികളൂറിടും വേണുഗാനവും ശ്രുതി പരന്നതാം ത്വച്ചരിത്രവും ശ്രുതിയിലെന്നു ഞാൻ കേൾക്കുമച്യുതാ. ഉലകു കോടിയായി തീർത്തു കാത്തഴിച്ചുലയുമോമലിൽ ചില്ലിഭംഗിയും തെളിനിലാവിനും തോലിയേറ്റിടും ലളിതഹാസവും കാൺമതെന്നു ഞാൻ. നളിന നേത്ര ഹേ കൃഷ്ണ, കൃഷ്ണതൻ പുളിനമിട്ടുമുക്കുന്ന മാതിരി പുളകകാരിയാം നിന്നുടൽക്കെഴും പളപളപ്പു ഞാൻ കാൺമതേതു നാൾ. വളമയേറിടും നവ്യവിഭ്രമം വിളയുമിന്ദിരാകാന്ത വിഗ്രഹം മിളിത യൗവനത്തിൽ പുളപ്പൊടും പളപുളപ്പൊടും കാൺമതെന്നു ഞാൻ. പുരികമാടിയും കൂന്തൽ മാടിയും പുരികുഴൽക്കകം പീലി ചൂടിയും ചിരി പൊഴിച്ചുകൊണ്ടോടയൂതിയും ഹരിയേതു നാൾ കാൺമു ഞാനിനി. പദതലങ്ങൾ തൻ വെപ്പിലൊക്കെയും പവിഴമൂഴിയിൽ പാവിയങ്ങനെ പകലെ ഇഷ്ടരോടൊത്തു വന്നിടും പശുപബാലനെ കാൺമതെന്നു ഞാൻ. തളകിലുക്കലും ചേലൊഴുക്കലും
തലകുലുക്കലും ഭ്രൂവനക്കലും കഴൽ പിണയ്ക്കലും കാലിനക്കലും കുഴൽ വിളിക്കലും കാൺമതെന്നു ഞാൻ. മലയിലേറിയും ചേറ്റിലോടിയും മലിനമെങ്കിലും ചേലിയെന്നതായി മലരു തോറ്റതാം നിന്റെ പാദമൻ മുലയിടുക്കിലിട്ടെന്നിറുക്കിടും. ഗരുഡവാഹനൻ തൻ്റെ ദീർഘമാമിരുകരങ്ങൾ തന്നേർനടുക്കലായി ഉരസി ധന്യയാം വന്യമാല പോലുരസിയെന്നു ഞാൻ ചെന്നു തൂങ്ങിടും. കതിരവന്റെയും തിങ്കളിൻ്റെയും ദ്യുതി കലർന്നിടും നിൻ കളേബരം. അതിർ കവിഞ്ഞതാം സ്നേഹമൂറിടും മതിയിലെന്നു ഞാനോർത്തലിഞ്ഞിടും. ശരദൃതുക്കളിൽ പണ്ടൊരിക്കൽ നാം കുളിരെഴും നിലാവുള്ള രാത്രിയിൽ ഉരുരസങ്ങളാം എത്രയോ തരം കളികൾ ചെയ്തതും നീ മറന്നുവോ? നനുനനുന്നനെ കൂന്തൽ പറ്റിടും മിനുസ്വമുള്ളതാം നിന്റെ നെറ്റിയിൽ വിരലുകൊണ്ടു ഞാൻ എത്ര ഭംഗിയായി കുറിയിടിക്കയുണ്ടായി പണ്ടുഹാ. ഒരു ദിനം പുരാപൂഗസേവ കൊണ്ടരുണമായ നിൻ ചുണ്ടിലേക്കു ഞാൻ കലിത കൗതുകം നോക്കി നിൽക്കയുള്ളലിവൊടേകി നീ ചർവിതാസവം അടവിപുക്കു സസ്നേഹമെന്നെ നിൻ മടിയിൽ വെച്ചുകൊണ്ടന്നൊരിക്കൽ നീ മുടിവകഞ്ഞതും മാല കോർത്തതും കുടിലനാം ഭവാൻ വിസ്മരിച്ചുവോ? സരസമദ്ദിനം നീ സ്വകാര്യമായി സുരതമന്ത്രമോതുന്ന ചെഞ്ചൊടി കിറുണിയോടെയൻ കാതിൽ വെച്ചതും കരളിലൊന്നുമിന്നോർമ്മയില്ലയോ? എല്ലാവർക്കും നമസ്കാരം. ഹരേ കൃഷ്ണ. വളരെ സന്തോഷകരമായ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ വഴി നിങ്ങളുടെ മുമ്പിലെത്തിയിട്ടുള്ളത്. ഇന്നലെ കാമദ ഏകാദശിയായിരുന്നു. ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന വളരെ വിശേഷമായിട്ടുള്ള ഏകാദശി. ആ ഏകാദശി പുണ്യദിനത്തിലാണ് ഈയുള്ളവൻ്റെ ഈ ചാനൽ അതിൽ 2000 വീഡിയോകൾ പൂർത്തിയാകുന്നത്. പലതരത്തിലുള്ള പല വിഭാഗങ്ങളിലുള്ള വീഡിയോകൾ ചെയ്തു. അതിൽ തന്നെ 90% ഈശ്വരീയമായി ഭഗവാനുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്നു. ഇന്ന് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷര ഉപാസനയുടെ 968-ാമത്തെ വീഡിയോ ആണ്, അല്ലെങ്കിൽ 968-ാമത്തെ ദിവസമാണ് ഇന്ന് നാം പോസ്റ്റ് ചെയ്യുന്നത്. ഈ കാമദ ഏകാദശി കഴിഞ്ഞുള്ള ദ്വാദശിയുടെ ധന്യമായ ഈ സുപ്രഭാതത്തിൽ എല്ലാവരോടും അതിനുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഭഗവാന്റെ കാരുണ്യത്തിന് മുമ്പിൽ ശിരസ് കുനിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പല ആളുകളും പലപ്പോഴായി ചോദിച്ചു എന്നുള്ളത് കൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ശ്രീഹരിയം അടക്കമുള്ള 20ഓളം പുസ്തകങ്ങൾ രചിക്കാനും അത് ഭക്തജനങ്ങൾക്ക് എത്തിച്ചു നൽകാനുമുള്ള ഭാഗ്യം ഈയുള്ളവന് ഭഗവാൻ അനുവദിച്ചു തന്നു. നാരായണീയത്തിൻ്റെ പരിഭാഷയായ ശ്രീഹരിയം പോലെ തന്നെ ഭഗവത്ഗീതയുടെ പരിഭാഷയായ ശ്രീഹരിഗീത, മേശാന്തി സ്മരണകൾ ഉൾക്കൊള്ളുന്ന ഗദ്യരൂപത്തിലുള്ള അഗ്രേ പശ്യാമി, രാമായണത്തിൻ്റെ ഗദ്യരൂപത്തിലുള്ള രാമായണ മകരന്തം എന്നുള്ള ഗ്രന്ഥവും പദ്യരൂപത്തിൽ സമാസമം എന്ന വൃത്തത്തിൽ
ശ്രീമദ് രാമായണീയം എന്നുള്ള പുസ്തകവും ഭാഗവതത്തിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പ് എന്നുള്ള രീതിയിൽ ഭാഗവത തോണി എന്നുള്ള പുസ്തകവും അതോടൊപ്പം തന്നെ വിവിധങ്ങളായ കീർത്തനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ശ്രീഹരി കീർത്തനങ്ങൾ, ഭക്തിമാലിക, കൃഷ്ണഗീതിക, മാധവമുരളിക, അക്ഷര നൈവേദ്യം എന്നീ പുസ്തകങ്ങൾ, കൂടാതെ ശ്രീകൃഷ്ണ കർണാമൃതത്തിൻ്റെ പരിഭാഷയായിട്ടുള്ള ശ്രീഹരി കർണാമൃതം, ദേവീനാരായണീയത്തിൻ്റെ പരിഭാഷയായിട്ടുള്ള ശ്രീ ഭഗവതീയം, സൗന്ദര്യലഹരിയുടെ പരിഭാഷയായിട്ടുള്ള സൗഭാഗ്യലഹരി, ശ്രീപാദസപ്തതി എന്ന മേൽപ്പത്തൂർ കൃതിയുടെ പരിഭാഷയായിട്ടുള്ള ശ്രീ പാർവതീയം, ഭജഗോവിന്ദത്തിൻ്റെ പരിഭാഷയായിട്ടുള്ള ശ്രീഹരിം ഭജ, അതേപോലെ ശ്രീമദ് ഭാഗവത സപ്താഹ രംഗങ്ങളിൽ ഭക്തജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പാകത്തിന് ഒരുക്കിയിട്ടുള്ള ശ്രീമദ് ഭാഗവത സപ്താഹ ഗീതിക, ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ധന്വന്തരി സ്തോത്രം എന്നുള്ള സൗഖ്യപ്രദായക ധന്വന്തരി സ്തോത്രം എന്നുള്ള ഗ്രന്ഥം. അതോടൊപ്പം തന്നെ ഇതിനേക്കാളൊക്കെ മുമ്പേ പറയേണ്ടതും എൻ്റെ അച്ഛൻ എഴുതിയതുമായിട്ടുള്ള പുഷ്പാഞ്ജലി എന്ന കവിതാ സമാഹാരത്തോടു കൂടിയ ത്രിമധുരം എന്നീ പുസ്തകം. അങ്ങനെ 19 പുസ്തകങ്ങളാണുള്ളത്. ഇത് ഏതെങ്കിലും പുസ്തകങ്ങൾ ഇത് കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ആവശ്യമുണ്ടെങ്കിൽ ഇതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അതിൽ നിങ്ങളുടെ മേൽവിലാസം വാട്സപ്പ് ചെയ്യുക. ആവശ്യമുള്ള ആളുകൾക്ക് അത് പോസ്റ്റലായിട്ട് അയച്ചു തരുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഈ 2000 വീഡിയോകൾ ചെയ്യാൻ ആ പൊന്നുഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ആവോളം ഇവനിൽ ലഭിച്ചു എന്നുള്ള സന്തോഷത്തോടു കൂടി നമ്മൾ ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷര പൂജ അതിൻ്റെ ഓഡിയോ ഭാഗത്തിലേക്ക് വീഡിയോയോടുകൂടി സമർപ്പിക്കപ്പെടുകയാണ്. ഓഡിയോയിലേക്ക് കടക്കുകയാണ്. എല്ലാവരെയും പൊന്നുഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പ്രിയമുള്ള ഭക്തജനങ്ങളുമായി വീഡിയോയിൽ സംവദിച്ചതിന് ശേഷം ഇപ്പോൾ ഇതാ വീണ്ടും പഴയതുപോലെ എല്ലാ ദിവസത്തെയും പോലെ ഓഡിയോയിൽ ഈ ഭാഗവത വിചാരം ആരംഭിക്കുകയാണ്. 12 സ്കന്ധം 11-ാമത്തെ അധ്യായം 16 ശ്ലോകങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുസ്മരിച്ചത്. ഇന്ന് 17-ാമത്തെ ശ്ലോകത്തോടുകൂടി ആരംഭിക്കുന്നു. ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ വളരെ വിശേഷമായിട്ടുള്ള ഗോപികാ ഗീതം എന്ന കീർത്തനത്തിൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി. ഇവിടെ 17-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഭഗവാന്റെ സ്വരൂപത്തെ, ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സ്വരൂപത്തെ വർണ്ണിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു, മണ്ഡലം ദേവയജനം ദീക്ഷാ സംസ്കാര ആത്മന പരിചര്യ ഭഗവതാത്മനോ ദുരിതക്ഷയ. മണ്ഡലം, സൂര്യമണ്ഡലം, ദേവയജനം, ദേവപൂജാസ്ഥാനം, ആത്മനഹ ദീക്ഷ, ആത്മാവിൻ്റെ സാധകൻ്റെ ദീക്ഷ അല്ലെങ്കിൽ ഗുരുപദേശം, സംസ്കാര യോഗ്യത, ഭഗവതഃ പരിചര്യ ഭഗവാന്റെ സേവ, ആത്മനഹ ദുരിതക്ഷയ ആത്മാവിൻ്റെ പാപനാശം. അപ്പം ദേവപൂജാസ്ഥാനത്തെ സൂര്യമണ്ഡലമായിട്ടും സാധകന് ഗുരു ഉപദേശിച്ച മന്ത്രത്തെ ദേവപൂജ ചെയ്യാൻ തനിക്ക് സിദ്ധിച്ച യോഗ്യതയായിട്ടും മനസ്സിലാക്കുക. ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്ന പൂജയും നമസ്കാരാദി സ്വരൂപമായിട്ടുള്ള ഭജനയും അല്ലെങ്കിൽ ഭജനവും തൻ്റെ ദുരിതനാശത്തിന്, ആത്മനഹ ദുരിതക്ഷയ, തൻ്റെ ദുരിതനാശമായിട്ടും ഭാവിക്കണം എന്ന് പറയുന്നു. ഭഗവാൻ ഭഗശബ്ദാർത്ഥം ലീലാകമലമുദ്വഹൻ ധർമ്മം യശശ്ച ഭഗവാംശ്ചാമരവ്യജനേ ഭജൽ. ഭഗവാൻ ഭഗശബ്ദാർത്ഥം, ഈശ്വരൻ
ഭഗശബ്ദാർത്ഥത്തെ ലീലാകമലം തൻ്റെ കളിത്താമരപ്പൂവായിട്ട് ഉദ്വഹൻ വഹിച്ചവനായിരുന്നു. അപ്പൊ ധർമ്മം യശഹാച, ധർമ്മത്തെയും യശസ്സിനെയും ചാമരവ്യജനങ്ങളായിട്ട് ഭഗവാൻ അഭജത് ഭജിച്ചു. എന്ന് വെച്ചാൽ ഭഗവാന്റെ കയ്യിൽ പിടിച്ച താമരപ്പൂവ് ഭഗശബ്ദാർത്ഥമായിരിക്കുന്ന വീര്യം, യശസ് തുടങ്ങിയ 6 ഗുണങ്ങളുടെ സമഷ്ടിസ്വരൂപമാണ്. അതേപോലെ തന്നെ ധർമ്മത്തെയും യശസ്സിനെയും ചാമരമായും വ്യജനമായും സ്വീകരിച്ചിരിക്കുന്നു. പിന്നെയോ ആതപത്രം തു വൈകുണ്ഠം ദ്വിജാധാമാകുതോഭയം ത്രിവൃദ്വേദ സുപർണാഖ്യോ യജ്ഞം വഹതി പൂരുഷം. ദ്വിജാ, ഹേ ദ്വിജന്മാരെ, ബ്രാഹ്മണരെ. ആരാണ്? ശൗനകാദി ഋഷീശ്വരന്മാർ. അവരുടെ മുമ്പിലാണ് സാക്ഷാൽ സൂത പൗരാണികൻ ഉഗ്രശ്രവസ് ഭാഗവത കഥാകഥനം നടത്തുന്നത്. അപ്പോൾ പറയുകയാണ്, ഹേ ദ്വിജന്മാരെ, അകുതോഭയം വൈകുണ്ഠം ധാമഹ, ഒരു തരത്തിലുള്ള ഭയവുമില്ലാത്ത വൈകുണ്ഠം എന്ന ധാമം, ആ സ്ഥലം, ആ ലോകം, ആതപത്രം കുടയായിട്ടും, ത്രിവിദ്വേദ 3 വേദം, സുപർണാഖ്യ ഗരുഡൻ എന്ന പേരോടുകൂടിയ വാഹനമായിട്ടും, യജ്ഞം യാഗത്തെ പുരുഷസ്വരൂപമായിട്ടും വഹിക്കുന്നു. എന്ന് വെച്ചാൽ കാലകർമ്മങ്ങളിൽ നിന്ന് ഒരു തരത്തിലുള്ള ഭയവും ഇല്ലാത്തൊരു സ്ഥലം, കുണ്ഠിതങ്ങളില്ലാത്തൊരു സ്ഥലം, അതാണ് വൈകുണ്ഠം. അങ്ങനെയുള്ള ആ വൈകുണ്ഠത്തെ ഭഗവാന്റെ ആതപത്രമായി സ്വീകരിക്കുന്നു. ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്നീ 3 വേദങ്ങൾ ഭഗവാന്റെ സഞ്ചാരത്തിന് ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ഗരുഡനായി കണക്കാക്കപ്പെടുന്നു. അതിൽ തന്നെ ഗരുഡന്റെ ചിറകടി വച്ച സാമവേദ ആ നാദമാണ് എന്ന് പറയാറുണ്ട്. ഇതേപോലെ യാഗത്തെ ഭഗവാന്റെ മൂർത്തിയായി നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോൾ ഭഗവാൻ യാഗം തന്നെയാണ്, അല്ലെങ്കിൽ യാഗം ഭഗവാൻ തന്നെയാണ്. അനപായിനി ഭഗവതി ശ്രീ സാക്ഷാദാത്മനോഹരേ വിശ്വക്സേനസ്തന്ത്രമൂർത്തിർവിദിത പാർഷദാധിപ നന്ദാദയോഷ്ടൗ ദ്വാസ്ഥാശ്ച തേണിമാദ്യ ഹരേർഗുണാ. പിന്നെ ആത്മനഹ ഹരേ, ആത്മാവായിരിക്കുന്ന ആ ഹരിയുടെ, ഈശ്വരൻ്റെ, ഭഗവാന്റെ അനപായിനി സാക്ഷാത് ഭഗവതി. അനപായിനി എന്ന് പറഞ്ഞാൽ വിട്ടുപിരിയാത്ത, വിയോഗത്തോട് കൂടാതിരിക്കുന്ന സാക്ഷാൽ ഭഗവതി, ആ മൂർത്തിമയായിരിക്കുന്ന ഭഗവത് ശക്തി ശ്രീദേവി എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവി. അതേപോലെ പാർഷാദാധിപ, പാർഷദന്മാരുടെ അധിപതിയായിരിക്കുന്ന വിശ്വക്സേനൻ തന്ത്രമൂർത്തി വിദിത, തന്ത്രമൂർത്തിയായിട്ട് അറിയപ്പെട്ടിരിക്കുന്നു. ദ്വാസ്ഥ, ദ്വാരപാലകന്മാരായ തേ നന്ദാദയ, നന്ദൻ തുടങ്ങിയ 8 പേര്, 8 പേര് ഹരേ അണിമാദ്യാ ഗുണാഹ, ഹരിയുടെ അണിമാദി ഗുണങ്ങളാണ്, അഷ്ടൈശ്വര്യ സിദ്ധികളാണ് എന്ന് പറയുന്നു. ഇപ്പൊ സർവാത്മാവായിരിക്കുന്ന ആ ഭഗവാനെ വിട്ടുപിരിയാതിരിക്കുന്ന ചിച്ഛക്തി സ്വരൂപിണിയായിരിക്കുന്ന ശ്രീദേവി ലക്ഷ്മി ദേവി, പാർഷദരിൽ അധിപനായിരിക്കുന്ന വിശ്വക്സേനൻ, പഞ്ചരാത്രാദ്യാഗമങ്ങളിൽ പറഞ്ഞിരിക്കുന്ന തന്ത്രമൂർത്തിയായിട്ട് വിശ്വക്സേനനെ കൽപ്പിച്ചിരിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ അണിമ, മഹിമ, ലഘിമ, ഈശിത്വം, വശിത്വം, പ്രാപ്തി, പ്രാഗാമ്യം തുടങ്ങിയ ആ അഷ്ടൈശ്വര്യ സിദ്ധികൾ, ദ്വാരപാലന്മാരായിരിക്കുന്ന നന്ദാദികളാകുന്ന 8 പേർ ഭഗവാനെ വിട്ടുപിരിയാതിരിക്കുന്ന ഈ അഷ്ടൈശ്വര്യ സിദ്ധികളാണ് എന്ന് പറയുന്നു. പിന്നെ 4 തരത്തിൽ മൂർത്തി ഭാവങ്ങളുടെ നാരായണന് എന്നാണ്. വാസുദേവ, സംഘർഷണ, പ്രദ്യുമ്ന പുരുഷസ്വയം, അനിരുദ്ധ ഇതി ബ്രഹ്മൻ മൂർത്തിവ്യൂഹോഭിധീയത്തെ. മൂർത്തിവ്യൂഹം എന്ന് പറയുന്നു. ഹേ ബ്രാഹ്മണോത്തമ ശൗനക, വാസുദേവൻ
അതേപോലെ തന്നെ സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, ഈ 4 മൂർത്തികളെ സാക്ഷാൽ ശ്രീനാരായണന്റെ പുരുഷഃ സ്വയം മൂർത്തികളായിട്ട് ഉപാസിക്കാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ചതുർമൂർത്തി അഭിധാനങ്ങളെ മൂർത്തിവ്യൂഹം എന്ന് പറയുന്നു. പിന്നെ സാ വിശ്വസ്തൈജസ പ്രാജ്ഞസ്തുരീയ ഇതി വൃത്തിഭി അർദ്ധേന്ദ്രിയാശയജ്ഞാനേ ഭഗവാൻ പരിഭാവ്യത്തെ. സാ ഭഗവാൻ, ആ ഭഗവാൻ അർദ്ധേന്ദ്രിയാശയജ്ഞാനൈഹി, അർത്ഥങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ആശയം, ജ്ഞാനം, ഇതോടുകൂടിയ വൃത്തിഭി, വ്യാപാരങ്ങളാൽ വിശ്വനെന്നും തൈജസനെന്നും പ്രാജ്ഞനെന്നും തുരീയനെന്നും പരിഭാവിക്കപ്പെടുന്നു. അപ്പോൾ ഭഗവാനെ ആത്മാവിൽ 4 വിധത്തിൽ ഉപാസിക്കാനുള്ള വിധികളും സ്വരൂപങ്ങളും അതിൻ്റെ വൃത്തികളും പറയുകയാണ്. ഭഗവാൻ അന്ധക്കരണത്തിൽ 4 വൃത്തികളെ വഹിച്ചും കൊണ്ട് 4 നാമധേയങ്ങളോടുകൂടി ഇരിക്കുന്നു. അതിലാദ്യത്തെയാണ് വിശ്വൻ, പിന്നെ തൈജസൻ, പ്രാജ്ഞൻ, തുരീയൻ. സാക്ഷി ചൈതന്യമാണ് തുരീയൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ചക്ഷുരാതീന്ദ്രിയങ്ങളിൽ കൂടി രൂപാദി വിഷയങ്ങളെ ഗ്രഹിക്കുന്ന വൃത്തി, അത് നിർവഹിക്കുന്ന ജാഗ്രത അവസ്ഥയെ അഭിമാനിക്കുന്ന സ്ഥിതിയിൽ വിളങ്ങുന്ന ജീവചൈതന്യത്തെയാണ് വിശ്വൻ എന്ന് പറയുന്നത്. അപ്പം ജാഗ്രത്തിൽ ഉള്ള ആ ജീവചൈതന്യത്തെ വിശ്വൻ എന്ന് പറയുന്നു. എന്നാൽ മനസ്സാകുന്ന ഇന്ദ്രിയത്തെ അധിവസിച്ച് ശബ്ദാദി വിഷയങ്ങളെ പ്രകാശിപ്പിച്ച് സ്വപ്നപദാർത്ഥങ്ങളിൽ കൂടി സുഖദുഃഖാദികൾ അനുഭവിക്കുന്ന തേജോമയമായ ജീവചൈതന്യത്തിന് തൈജസൻ എന്ന് പേര്. അപ്പം ജാഗ്രത്തിൽ വിശ്വൻ, സ്വപ്നത്തിൽ തൈജസൻ. പിന്നെ സൂക്ഷ്മ ശരീരത്തിൽ വസിച്ച് സ്വപ്നാവസ്ഥയെ അഭിമാനിക്കുന്ന ആ ചൈതന്യം തൈജസൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ സംസ്കാരസ്വരൂപമായ കർമ്മവാസനയാകുന്ന കാരണശരീരത്തെ അവലംബിച്ച് സുഷുപ്ത്യാ അഭിമാന സ്വരൂപമായിട്ട് ആ ചൈതന്യത്തെ പ്രാജ്ഞൻ എന്ന് പറയുന്നു. അപ്പോൾ ഉണർന്നിരിക്കുമ്പോൾ വിശ്വൻ, സ്വപ്നത്തിൽ തൈജസൻ, ഉറക്കത്തിൽ പ്രാജ്ഞൻ. ഈ 3 അവസ്ഥകളെയും പ്രകാശിപ്പിച്ച് അഭിമാനിച്ചും കൊണ്ട് വിളങ്ങിയിരിക്കുന്നതും ഒന്നിൻ്റെ നാശത്തിൽ നശിക്കാതെ അനസ്യൂതമായി സ്വയമേവ പ്രകാശിക്കുന്ന ആ ചൈതന്യം, സാക്ഷി ചൈതന്യം, ഇതിന് തുരീയാഭിമാനി ചൈതന്യം എന്ന് പേര് പറയുന്നു, അല്ലെങ്കിൽ തുരീയൻ എന്ന് പറയുന്നു. ഈ അവസ്ഥ, ഈ തുരീയാവസ്ഥ സാധാരണ ആളുകൾക്ക് ലഭിക്കുന്നതല്ല. ഇതാർക്കാണ് കിട്ടുക? യോഗികൾക്ക് സമാധിയുടെ തലത്തിൽ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പം ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, ഈ അവസ്ഥാത്രയങ്ങൾ ഇതിനെ കണ്ടുകൊണ്ട് മുന്നിൽ നിന്ന് വേർപെട്ടുവിരിക്കുന്നു. 4മത്തേത്, അതിന് തുരീയം എന്ന് പറയുന്നു. അപ്പം 4 നിലയിലും അന്ധക്കരണത്തെ ആശ്രയിച്ചും അതിന് സാക്ഷിയായും നിലനിൽക്കുന്ന പരമചൈതന്യം, അതാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിലയിൽ ഭഗവാനെ ആരാധിക്കുക, ഭഗവാനെ ഉപാസിക്കുക, ഇതാണ് അധ്യാത്മോപാസന എന്ന് പൂർവികന്മാര്, സജ്ജന ശിരോമണികൾ, ഭാഗവതാചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു. അങ്ങനെയുള്ള ഈ ഭഗവാന്റെ ദിവ്യമായ ഈ സ്വരൂപവർണ്ണന 22-ാമത്തെ ശ്ലോകം വരെ, 17 മുതൽ 22 വരെയുള്ള ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. 23-ാമത്തെ ശ്ലോകം നമുക്ക് നാളെ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ
രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം.
പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.